ഹലോ ഗൈസ് വാട്സ്ആപ്പ് വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ ഇന്ന് നമ്മൾ ലിറിക് ബ്രേക്ക് ഡൗൺ ആൻഡ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് മോണലോവ ബൈ വേടൻ. മോണലോവ വേടൻ തൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു ട്രാക്കാണ്. പ്രണയത്തിലും കെടുക്കട്ടെ കുറച്ച് രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും വലിയൊരു നല്ലൊരു വർക്ക് ഓഫ് ആൻ ആർട്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ട്രൂലി മീനിങ് ഫുൾ വരികൾ. ചില വരികളൊക്കെ കേൾക്കുമ്പോൾ ഇതിനും നന്നായിട്ട് തൻ്റെ കാമുകിയെ എങ്ങനെ വിശേഷിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയും പൊളിയായിട്ടാണ് ഓരോ വരികൾ എഴുതിയിട്ടുള്ളത്. അത്രയും ഡീപ്പ് മീനിങ്സ് ഉണ്ട്. അത്രയും കാര്യങ്ങളെ പറ്റിയിട്ട് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത്രയും തൻ്റെ കാമുകിയെ വ്യത്യസ്തമായിട്ട് കുറേ വരികളിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കേട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അങ്ങോട്ടും മുന്നോട്ട് പോവാം. അസ്വിനാട്ടോ അതിൻ്റെ ബീറ്റ് ചെയ്തിട്ടുള്ളത്. മാൻ അതിനു മുന്നേ മോണലോവ എന്ന് പറഞ്ഞാൽ അതൊരു അഗ്നിപർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആക്റ്റീവ് അഗ്നിപർവ്വതമാണെന്ന് തോന്നുന്നു. എല്ലാ 5 വർഷത്തിൻ്റെ ഇടയിലും അത് പൊട്ടാറുണ്ട്. ഹവായിലാണ് അതുള്ളത്. സോ വൈ ഹീസ് കോളിങ് ഹിസ് കാമുകി ആസ് മോണലോവ നമുക്ക് ഫുള്ള് ട്രാക്ക് കേൾക്കുമ്പോൾ അറിയാം. കാരണം ഏത് നിമിഷം പൊട്ടുന്ന ഒരു മോണലോവ അഗ്നിപർവ്വതം പോലെയാണ് അവൾ. അത് പൊട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് തണുത്തുറക്കും ചെയ്യും. മാൻ അവൾ ഒരുത്തി. കള്ളിക്കാട്ടില് മുള്ളുചെടി എന്ന് പറഞ്ഞാല് ഷീസ് സോ റയർ. ഒരു കള്ളിക്കാട്ടിൽ എങ്ങനെയാണ് ഒരു മുള്ളുചെടി ഉണ്ടാകുന്നത് അതുപോലെ റയർ ആയിട്ടുള്ള ഒരു സാധനം. അവളെ കണ്ടത് മുതൽ തന്നെ എൻ്റെ കണ്ണാടി പോലത്തെ നെഞ്ചിൽ കല്ല് വീണ് അത് പൊട്ടിപ്പോയി. എൻ്റെ ഹൃദയം പൊളിഞ്ഞു പോയി അവളെ കണ്ടപ്പോ തന്നെ. മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ. മുന്തിരിക്കണ്ണ് കള്ള് കൊണ്ട് എന്നെ മയക്കി എണ്ണക്കറുമ്പിയെ. അവളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാ പറയുന്നത്. എണ്ണക്കറുമ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു ഇത് രണ്ടാം പിറവി. അതായത് നിന്നെ കണ്ടപ്പോ തന്നെ നിന്റെ ആ ഒരു നോട്ടത്തിൽ തന്നെ ഞാൻ ഇല്ലാണ്ടായി, ഞാൻ മരിച്ചുപോയി. പ്രണയം അറിയുന്നവർക്കറിയാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ആ ഒരു ആദ്യത്തെ നോട്ടത്തിലുള്ള ആ ഒരു പവർ എത്രത്തോളമാണത്. സോ ഈ സെയിങ് ലൈക്ക് നിന്റെ ആ നോട്ടത്തിൽ തന്നെ ഞാൻ മരിച്ചു, ഇതെന്റെ രണ്ടാം പിറവിയാണെന്ന്. ഐ ഡൈഡ് മാൻ. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ. കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. കുപ്പത്തൊട്ടിലെ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ എന്ന് പറഞ്ഞാല് ആർക്കും വേണ്ടാത്തവനായിരുന്നു ഞാൻ. ആ ഒരു എന്നെയാണ് അവൾ കണ്ടുപിടിച്ചത്. ആ എന്നെയാണ് അവൾ ചൂസ് ചെയ്തത്. ആർക്കും വേണ്ടാത്ത ഒരു കുപ്പത്തൊട്ടിലായിരുന്നു ഞാൻ. ആർക്കും വേണ്ടാതെ കളഞ്ഞ ഒരു സംഭവമായിരുന്നു ഞാൻ. അതിനെയാണ് അവൾ കണ്ടുപിടിച്ചത്. അതിനെ മിന്നലുകൊണ്ട് നെഞ്ചിൽ അണിഞ്ഞ്. സോ ദാറ്റ് മീൻസ് അവൾ കണ്ടുപിടിക്കുക മാത്രമല്ല ചെയ്തത്, അവളുടെ ഒരു അലങ്കാരമായിട്ട് ഞാൻ മാറി. ഷീ വാസ് സോ പ്രൗഡ് അബൌട്ട് മീ എന്നുള്ള രീതിയിൽ അവൾ എന്നെ കണ്ടുപിടിച്ചു. ആൻഡ് ഷീ ഡിഡ്ന്റ് ഡു ഇറ്റ് ഫോർ സം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഷീ ഈസ് സോ പ്രൗഡ് അബൌട്ട് മീ. അതുകൊണ്ടാണ് നെഞ്ചിൽ അണിഞ്ഞിട്ടുള്ളത്. കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരൽ കൊണ്ടാൽ പാറകല്ലും പൊട്ടും. കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട്. കത്തിയെരിയും സൂര്യൻ എന്ന് പറയുന്നത് ഇവിടെ വേടനാണ്. സോ എത്ര ചൂടായാലും എത്ര ദേഷ്യത്തിൽ ആയാലും അവനെ ഒരു പൊട്ടുപോലെ തൊടാൻ അവൾക്ക് പറ്റും. കട്ടിയുള്ള ഏത് പാറക്കല്ലും അവളുടെ ആ ഒരു ജസ്റ്റ് ഒരു ടച്ച് കൊണ്ട് സോഫ്റ്റ് ആയി പോകും. സ്വഭാവത്തിലെ ആ ഒരു സവിശേഷതയാണ് പറയുന്നത്. ഷീ ക്യാൻ മേക്ക്, ഞാൻ എത്ര ദേഷ്യത്തിലാണെങ്കിലും അവൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ്റെത് എത്ര ഉറച്ച പാറക്കല്ല് പോലത്തെ കോൾഡ് മനസ്സാണെന്നുണ്ടെങ്കിലും അവൾക്ക് അതിനെ സോഫ്റ്റ് ആക്കാൻ പറ്റും. ഷീ ഈസ് ദ ഓൺലി വൺ ക്യാൻ ഡു ദാറ്റ് തിങ്. പാറകല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. നിന്നെ ബാങ്കോക്ക് വരച്ചതോ? വിൻസെന്റ് ബാങ്കോക്ക് വരച്ച ഒരു ചിത്രം പോലെ നീ ബ്യൂട്ടിഫുൾ ആണ്. മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ? നിന്നെ കാണുമ്പോൾ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു മെർലിൻ മാൻഡ്രോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ബ്യൂട്ടിയുടെ ഒരു ഐക്കൺ എന്ന് പറയൂലേ, ബ്യൂട്ടിയുടെ ഒരു സൈൻ എന്ന് പറയൂലേ, ബ്യൂട്ടിയുടെ ഒരു സിമ്പിൾ, ആ ഒരു സാധനമായിരുന്നു മെർലിൻ മാൻഡ്രോ.
അവൾ വീണ്ടും മണ്ണിൽ ജനിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദാറ്റ് സോവിയറ്റ് യൂണിയൻ എൻ്റെ മനസ്സിൽ വിപ്ലവം നടത്തി വീണ്ടും. ലൈക്ക് നിന്നെ കണ്ടതും നിന്നോടുള്ള ആ ഇഷ്ടം, ആ പ്രണയം, ഇറ്റ്സ് ലൈക്ക് എ വിപ്ലവം ഫ്രം സോവിയറ്റ് യൂണിയൻ. ഒന്നൊരു ബാക്ക് അടിക്കട്ടെ. മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ. സൂഫി കവിത വീണ്ടും പെണ്ണായി നടന്നതോ. ആ ലൈക്ക് ആ ഒരു ബ്യൂട്ടി പറയുന്നത് നോക്ക്. എത്ര ബ്യൂട്ടിയിലാണ്, എത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് ആ ഒരു പെണ്ണിനെ വിശേഷിപ്പിക്കുന്നത്. ഇതാണ് കവിത. സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ, നിന്നെ കനവ് കാണാ രാത്രി എല്ലാം വീണായി വെറുതെയോ. അസ്വിൻ ബാക്കിൽ ഒരു സാധനം കൊണ്ടിട്ട് മാൻ, ദാറ്റ്സ് സോ ഹോണ്ടിങ്. അസ്വിൻ്റെ ആ സാധനത്തിന്റെ കൂടെ ലിറിക്സ് ഇങ്ങനെ വേറെ തന്നെ മൂടാണ് തരുന്നത്. നിന്നെ കണ്ടത് തൊട്ട് എൻ്റെ ഉറക്കം പോയി. ലൈക്ക് നീ ആരാ, മാടൻ വെറുതെയാണോ? ഗോസ്റ്റ്ലി സ്പിരിറ്റ് പോലെ നീ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നിലേക്ക് അത്രത്തോളം ആയിട്ടുണ്ട്, ആകർഷിച്ചിട്ടുണ്ട്. രാത്രി എല്ലാം വീണായി വെറുതെയോ, വെന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ, നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീണായി വെറുതെയോ. നിന്റെ കനവ് കാണാൻ രാത്രിയെല്ലാം വീണായി വരുതയോ. വെന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. വെന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. ഒന്നിനു വയ്യാണ്ട് തളർന്നു കിടക്കുകയായിരുന്നു ഞാൻ. ഐ വാസ് സോ ഡൗൺ. ബട്ട് നിന്നെ കണ്ട നിമിഷം, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഐ ഫീൽ ലൈക്ക് എ ഫീനിക്സ് പറവ. ഞാൻ ഉയർത്തെഴുന്നേച്ചു. എൻ്റെ ചാരത്ത് നിന്ന്, എൻ്റെ കഷ്ടപ്പാടിൽ നിന്ന്, എൻ്റെ സങ്കടത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പറവയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽച്ചു. ബിക്കോസ് ഓഫ് യു. നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ, നിന്നെ കനവ് കാണാ രാത്രി എല്ലാം വീണായി വെറുതെയോ, വെന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. കറുപ്പ് റാണി പേരാലിൽ എന്നെ തളക്കനടിച്ച ആണി, നിന്റെ കണ്ണു പെട്ടത് മൂടം പോലും ഞാൻ അരികിൽ വാന്നി. കറുപ്പ് റാണി പേര് ആലിൽ എന്നെ തളക്കാൻ അടിച്ച ആണി. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഞാനൊരു അലഞ്ഞു നടക്കുന്ന ഒരു പ്രേതമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രേതത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, ഈ ആൽമരത്തിൽ നമ്മൾ ആണി അടിച്ച് തളക്കൂലേ, ഹി ഗോട്ട് ഹിസ് ഡെസ്റ്റിനി. ഇത് അവൻ്റെ ഒരു ലക്ഷ്യം അവിടെ കണ്ടു. എന്നെ അത്രക്കും നീ തളച്ചിട്ടുണ്ട്, എന്നെ നീ തളച്ചു. നിന്നെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. നിന്നെ സറൗണ്ട് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നീ ഇല്ലാണ്ടുള്ള ഒരു മുന്നോട്ടുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നിന്റെ കണ്ണു പെട്ടത് മൂടം പോലും ഞാൻ അരികിൽ വാന്നി, അതര മധുരം എനിക്ക് താന്നി, സ്വർഗവാതിലിനേണി എന്റെ ദാഹം തീർക്കും പാനി, മോഹം തീർക്കുമോ നീ. ഈവൻ ഇഫ് യു ആർ ലൈക്ക് എ ഡെത്ത്, ലൈക്ക് നീ കാരണം എനിക്ക് മരണമാണെന്നുണ്ടെങ്കിലും, അത്രയും പ്രശ്നമുള്ള ഒരു മൂഢമായിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും, നീ എൻ്റെ അരികിൽ വാ. ഐ എം റെഡി ടു അക്സെപ്റ്റ് എനിത്തിങ് വിത്ത് യു. നിന്റെ കണ്ണു പെട്ടത് മൂടം പോലും ഞാൻ അരികിൽ വാന്നി, അതര മധുരം എനിക്ക് താന്നി, സ്വർഗവാതിലിനേണി എന്റെ ദാഹം തീർക്കും പാനി, മോഹം തീർക്കുമോ നീയും. മോനലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ, മോനലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ ബീതോവനോ, നിന്നെ പെറ്റതേത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലൈൻസ് ഈ സാധനത്തിൽ നിന്നുള്ള. എന്റെ നാളയെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ ബീതോവനോ, നിന്നെ പെറ്റതേത് മഹാനോ. നീ ചിരിച്ചാൽ ബീതോവനോ, നിന്നെ പെറ്റതേത് മഹാനോ. മാൻ, ഈ വരികളൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ്. നീ ചിരിച്ചാൽ ബീതോവനോ എന്ന് പറയുന്നത്, യുവർ സ്മൈൽ ഇസ് ലൈക്ക് എ മ്യൂസിക് ഫോർ മീ. ബീതോവൻ ഉണ്ടാക്കുന്ന അത്രയും ലെജൻഡറി മ്യൂസിക് പോലെയാണ് നിന്റെ സ്മൈൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. നീ ചിരിച്ചാൽ ബീതോവനോ, നിന്നെ പെറ്റതേത് മഹാനോ. സാധാരണ ഒരാൾക്ക് നിന്നെപ്പോലുള്ള ഒരു മാസ്റ്റർ പീസിന് ജനനം കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. നിന്റെ പെറ്റത് ഏതോ മഹാനാണ്, എന്തോ പുണ്യം ചെയ്ത എന്തോ വലിയ ആളാണ് നിനക്ക് ജന്മം നൽകിയത്. ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ. ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ. നീ ചിലപ്പോൾ ആ മാസ് ഡിസ്ട്രക്ഷൻ ആവാം. നീ ചിലപ്പോൾ എന്നെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള ഒരാളാവാം നീ. പക്ഷേ if you are something like that, I can be that Nagasaki or Hiroshima. നാഗസാക്കിയുടെ റെഫറൻസ് അതുപോലെ ഞാൻ നിന്ന് തരാം. യു ജസ്റ്റ് ഹാവ് ടു ഫോളോ ഓൺ മീ. നീ എന്നിൽ വന്നൊന്ന് വീയാമോ. എന്ത് വരികളാടാ മാൻ. നീ ചിരിച്ചാൽ ബീതോവനോ, നിന്നെ പെറ്റതേത് മഹാനോ. ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ. എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം. നോർക്കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം.
എൻ്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും, അതറിയാം. ഞാൻ ചിലപ്പോൾ നിന്റെ തെരുവിൽ കിടന്ന് മരിച്ചേക്കാം. നോർത്ത് കൊറിയയിൽ തടവറയിലിട്ട പോലെ നിന്റെ മുന്നിൽ ഞാൻ അടിയറവ് പറയാം. ഐ എം റെഡി ടു ഡു എനിത്തിങ് ഫോർ യു, ഐ എം റെഡി ടു ഡു എനിത്തിങ് ഫോർ യു. ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ഇത് എന്താ പറയാന്നറിയില്ല. ലൈക്ക് when I'm explaining this, I can see that emotion, I can see that, I can feel that thing while he was writing. And this is Mona Lova from Vedan. പറയാം മോനലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ മോനലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ. സോ ഇതാണ് എൻ്റെ ലിറിക് ബ്രേക്ക് ഡൗൺ ആൻഡ് റിയാക്ഷൻ ടു മോണലോവ ബൈ വേഡൻ. അസ്വിനാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ട്രൂലി വർക്ക് ഓഫ് ആൻ ആർട്ട്. കേൾക്കാത്തവരുണ്ടാവും എന്നറിയില്ല, കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയി കേൾക്കുക. യു ആർ മിസ്സിങ് ഔട്ട് സംതിങ്. ഒരു വേറെ ലെവല്, ഒരു എന്താ പറയുക, ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് മോർ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറയുക. ഇറ്റ് ഡസൻറ്റ് റിക്വയർ എ ബിഗ് ബ്രേക്ക് ഡൗൺ, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ഇറ്റ് ഹാവ് ടു ബി സെറ്റ്. കാരണം വരികളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ആൻഡ് ദിസ് വരികൾ ഈസ് സംതിങ് എൽസ്. പീസ്. രാരി രാരി രേ, രാരി രാരി രേ.